ഇന്ന് പലരും സ്റ്റാറ്റസ് ഇടുന്ന വില്ലന്റെ സൈഡിൽ കൂടി വരെ കാണുന്ന ഈ സിനിമ അന്ന് ആരും തിയേറ്ററിൽ പോയി കണ്ടില്ല. അല്ലെങ്കിൽ പോയി കണ്ടവർക്കൊന്നും ഇഷ്ടമായില്ല. അങ്ങനെ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം ഈ പടം ആറാം തമ്പുരാന്റെയോ നരസിംഹത്തിന്റെയോ അത്രയ്ക്ക് വന്നില്ല എന്നതായിരുന്നു. അത് സത്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ പടം അതുപോലെ ആയില്ല? കാരണം ആ ഒരു ടൈപ്പ് മാസപടം അല്ലായിരുന്നു. നമുക്കിതിന്റെ കഥയൊന്ന് നോക്കാം. ഒരു രോഗിയായ കഥാപാത്രം. അയാൾക്കിനി അധികകാലം ജീവിതമില്ല എന്ന് തോന്നുന്നു. സോ അയാൾ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തിൽ കുറച്ചു നാളുകൾ തന്റെ നാട്ടിൽ കൂട്ടുകാരോടൊത്ത് ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അയാൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നു. മടങ്ങിയെത്തിയ അയാൾ തന്റെ കൂട്ടുകാരിലൂടെയും പഴയ ഓർമ്മകളിലൂടെയും സഞ്ചരിക്കുന്നു. ഈ മടങ്ങി വരവിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. പക്ഷേ ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത് സ്ഥിരം രഞ്ജിത്ത് മാസ് മൂവി ടെംപ്ലേറ്റിലാണ്. ശക്തനും നാട്ടിലെ പ്രമാണി കുടുംബത്തിൽ ജനിച്ച നായകൻ, നായകന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ സംഘം, അതുപോലെ തന്നെ ശക്തനായൊരു വില്ലൻ, പിന്നെ നായകന്റെ തറവാട്. ഈ തറവാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്ന നായകൻ ഉത്സവം നടത്താനും ചിതാഭസ്മം ഒഴുക്കുന്നത് തടയാനുമല്ല ഇപ്രാവശ്യം നായകൻ വരുന്നത്. അപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കും അടുത്തതിന് എന്തായിരിക്കുമെന്ന്. സോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നായകന്റെ വരവിന് പറ്റിയൊരു കാരണമുണ്ട്. പണ്ട് വില്ലൻ നായികയുടെ ഭർത്താവിനെ കൊല്ലിക്കാൻ ശ്രമിക്കുകയും ആ കുറ്റം നായകന്റെ തലയിലാക്കുകയും നായിക പോലും നായകനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നായകൻ ഇവിടുന്ന് പോകുന്നത്. സോ ഇപ്രാവശ്യം തിരിച്ചു വരുന്ന നായകൻ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ കണ്ടെത്താൻ വരുന്നതാണെന്ന് വേണമെങ്കിൽ കരുതാം. സോ പ്രേക്ഷകർ പ്രതീക്ഷിക്കും പോലെ ഒരു മാസ് മസാല പടത്തിലുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നായകൻ വരുന്നു, കുറെ ഫിലോസഫി പറയുന്നു, നായികയെ കാണുന്നു, വില്ലനെ കാണുന്നു, അപ്പോഴും ഫിലോസഫി, പിന്നീട് ഭീമൻ രഘുവുമായി ഒരു ഫൈറ്റ്, അതിനുശേഷം വീണ്ടും ഫിലോസഫി, അതിനുശേഷം പിന്നീട് ഒരു അമ്മയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ ആകെ മൊത്തം സ്ലോ ആയിട്ട് കുറെ ഫിലോസഫി മാത്രമായി പടം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ആകുമ്പോൾ നരസിംഹവും ആറാം തമ്പുരാനും ഒക്കെ പ്രതീക്ഷിച്ചു വന്നവർ എന്തായാലും നിരാശയിലാകും. കാരണം ഈ സമയം കൊണ്ട് തന്നെ മറ്റു രണ്ട് പടത്തിലും കിരിക്കാടൻ ജോസുമായുള്ള ഫൈറ്റും അതുപോലെ വില്ലന്മാരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്നു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പടത്തിന്റെ ക്ലൈമാക്സിൽ നായകനും നായികയും ഒന്നിക്കുന്നു. എങ്കിലും അന്നത്തെ ഒരു ഓഡിയൻസിന് ഈ പടം മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഈ സീരിയൽ കൊച്ചിൻ ഖനീഫയുടെ ക്യാരക്ടർ തനിക്ക് ഉടനെ പോകണമെന്നും പാലക്കാട് പോയി സിനിമയുടെ പ്രിന്റ് എടുക്കണമെന്നും പറയുന്നുണ്ട്. ആ ടൈമിൽ ശ്രീഹരി പറയുന്നുണ്ട് പുതിയ സിനിമ എടുക്കേണ്ട, പകരം പണ്ടത്തെ പൊന്നാപരം കോട്ട മതിയെന്ന്. കാരണം പുള്ളി ഇവിടെ കൊച്ചിൻ ഖനീഫയുടെ യാത്ര തടയുകയും അയാളും തന്റെ കൂടെ ആ നിമിഷം അവിടെ വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ചുരുങ്ങിയ സമയമേ തനിക്കുള്ളൂ എന്ന് പറയുന്ന ശ്രീഹരി ആ സമയം മുഴുവനും തന്റെ സുഹൃത്തുക്കൾ ചുറ്റും വേണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പൊന്നാപരം കോട്ട എന്ന സിനിമ ഇവർ പണ്ട് ഒരുമിച്ച് പോയി കണ്ട ചിത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓർമ്മ റീക്രിയേറ്റ് ചെയ്യാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പഴയ ഓർമ്മകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ നായകന് ലഭിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകനും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഈ സിനിമ കാണുമ്പോൾ എപ്പോഴും നമുക്ക് തോന്നുന്നത്. അത്തരത്തിലാണ് രഞ്ജിത്തിന്റെ റൈറ്റിംഗും. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു നായകനും അതുപോലെ തന്നെ ഫ്രണ്ട്സും. ഇവർക്ക് സാമ്പത്തികമായോ മറ്റു തരത്തിലോ ഒരു പ്രശ്നവുമില്ല. എല്ലാവരും ഒത്തുകൂടി ഇരുന്ന് കള്ളു കുടിച്ച് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ആഘോഷമാക്കി ആ ഒരു ഒഴുക്കിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റും. അതുപോലെ ഈ സിനിമയിൽ ഉള്ളതുപോലെ ഒന്ന് ഒത്തുകൂടാൻ പ്രേക്ഷകനും തോന്നും. ജീവിതത്തിൽ പണ്ടെന്നോ നഷ്ടമായ ഒന്ന് തിരിച്ചു കിട്ടുന്ന ഒരു സന്തോഷം. അതുപോലെയാണ് നായകന് നായികയെ തിരിച്ചു കിട്ടുന്നത് ഈ സിനിമയിൽ. ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നായകനൊരു വലിയ രോഗമുണ്ട് എന്ന് അറിയുന്നു എങ്കിലും അതിനെല്ലാം മോചനായി വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സിനിമ എൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും ഒരു നൊസ്റ്റാൾജിക് ഫീലിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു മാസ് മസാല സിനിമ എന്നതിൽ നിന്ന് മാറി വളരെ നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന, നമ്മുടെ മനസ്സിനെ ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയായി ചിത്രം മാറി. അതുപോലെ തന്നെ രഞ്ജിത്തിന്റെ ഡയലോഗ്സ്, അത് ലാലേട്ടൻ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, ലാലേട്ടന് ഏറ്റവും നന്നായി ചേരുന്നത് എപ്പോഴും രഞ്ജിത്തിന്റെ ഡയലോഗാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്നെല്ലാം ഉള്ളത് താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതായത് നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം എന്നുള്ളതും താഴെ കമന്റ് ചെയ്യൂ.